നമസ്കാരം. മിഷൻ ES വിദ്യാർത്ഥികളെല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കുക. വരാൻ പോകുന്ന UPSC പ്രിലിംസിൽ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സമയമൊട്ടുമില്ല, നമുക്ക് വേഗം തുടങ്ങാം. നിങ്ങളുടെ മെന്റർ എന്ന നിലയിൽ എനിക്കൊരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും. UPSC എക്സാമിനർ നിങ്ങൾക്കായി ചില ട്രാപ്പുകൾ, അതായത് ചെറിയ ചതിക്കുഴികൾ ഒരുക്കിവച്ചിട്ടുണ്ട്. ആ ട്രാപ്പുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ വേഗത്തിലൊന്ന് കാണിച്ചു തരാം. നിങ്ങളുടെ മാർക്ക് കളയാതിരിക്കാൻ ഇത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ പറയൂ, പുതിയ ഇൻഡെക്സ് ഓഫ് കോർ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ട്രിക്കി സ്റ്റേറ്റ്മെന്റുകളിൽ നിങ്ങൾ വീഴുമോ അതോ രക്ഷപ്പെടുമോ? ഈ ചോദ്യങ്ങളിൽ കൺഫ്യൂഷൻ വരാതിരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? കേന്ദ്ര സർക്കാർ ICII, അതായത് ഇൻഡെക്സ് ഓഫ് കോർ ഇൻഡസ്ട്രീസ്, ഇപ്പോൾ പുതുക്കിയിരിക്കുകയാണ് കേട്ടോ. ഇതിൽ വന്നിട്ടുള്ള വളരെ സൂക്ഷ്മമായ മാറ്റങ്ങളാകും ഇത്തവണ പരീക്ഷയിലെ പ്രധാന ചോദ്യങ്ങൾ. നേരെ ആ പോയിന്റുകളിലേക്ക് തന്നെ നമുക്ക് കടക്കാം. ആദ്യത്തെ ഏറ്റവും വലിയ ട്രാപ്പ് അതിന്റെ വെയിറ്റേജ് തന്നെയാണ്. വെയിറ്റേജിൽ പഴയതുപോലെ റിഫൈനറി ഉൽപ്പന്നങ്ങൾക്കല്ല ഇപ്പോൾ ഒന്നാം സ്ഥാനം. ഓർത്തുവെച്ചോളൂ, 33.932% ഇലക്ട്രിസിറ്റി അഥവാ വൈദ്യുതിയാണ് ഇപ്പോൾ ഏറ്റവും ഉയർന്ന വെയിറ്റേജുള്ള സെക്ടർ. ഇനി രണ്ടാമത്തെ കാര്യം, 9 എന്ന ഈ സംഖ്യ നിങ്ങൾ നന്നായി മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കുക. കാരണം നമ്മൾ പഠിച്ചു വച്ചിരുന്ന 8 കോർ സെക്ടറുകൾ എന്നത് മാറി ഇപ്പോൾ അത് 9 മാറിയിട്ടുണ്ട്. വ്യവസായ ഉൽപ്പാദനത്തിലെ പ്രാധാന്യം കാരണം ഇരുമ്പയിര് അഥവാ അയൺ ഓർ ഇതിൽ പുതിയതായി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. മൂന്നാമത്തെ ടാപ്പ് ഒളിച്ചിരിക്കുന്നത് അടിസ്ഥാന വർഷം അഥവാ ബേസ് ഇയറിലാണ്. GDP IIP കണക്കുകളുമായി സിങ്കാവാൻ വേണ്ടി ബേസ് ഇയർ 2011-12 എന്നതിൽ നിന്നും ഒറ്റയടിക്ക് 2022-23 മാറിയിട്ടുണ്ട്. ഇത് മറക്കരുത്. ഇനി നാലാമത്തെ ചതിക്കുഴി സ്റ്റീൽ ഉൽപ്പാദനത്തിന്റെ കാൽക്കുലേഷൻ രീതിയിലാണ് കേട്ടോ. അവിടെ നെറ്റ് ഔട്ട്പുട്ട് അല്ല, പകരം ഇനി മുതൽ ഗ്രോസ് ഔട്ട്പുട്ട് അടിസ്ഥാനത്തിലാണ് സ്റ്റീൽ കണക്കാക്കുന്നതെന്ന് പ്രത്യേകം ഓർക്കണം. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ ഇത് വരാൻ നല്ല സാധ്യതയുണ്ട്. അഞ്ചാമതായി കൽക്കരിയുടെ മെഷർമെന്റ്. ഡബിൾ കൗണ്ടിംഗ്, അതായത് ഇരട്ടിപ്പ് ഒഴിവാക്കാൻ വേണ്ടി വാഷ്ഡ് കോൾ പോലെയുള്ളവയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി റോ കോൾ അഥവാ അസംസ്കൃത കൽക്കരി മാത്രമേ ഇതിൽ പരിഗണിക്കൂ. ഇനി പ്രിലിംസ് മാത്രമല്ല, GS പേപ്പർ 3 മെയിൻസ് എഴുതുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു ഡേറ്റ കാലിബ്രേഷൻ മാത്രമാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ വ്യവസായങ്ങൾ പെട്ടെന്നങ്ങ് കുതിച്ചുയർന്നു എന്നൊരു ഗ്രോത്ത് ഇല്യൂഷൻ നിങ്ങളുടെ ഉത്തരങ്ങളിൽ ഒരിക്കലും എഴുതി വെക്കരുത്. അത് പൂർണ്ണമായും തെറ്റാണ്. അപ്പോൾ ആലോചിച്ചു നോക്കൂ, ഇത്രയും ചെറിയ ഡാറ്റാ മാറ്റങ്ങൾ നിങ്ങളുടെ പ്രിലിംസ് നഷ്ടപ്പെടുത്താൻ കാരണമാകണോ? ഈ ചതിക്കുഴികളിൽ വീഴാതിരിക്കാനും കൂടുതൽ ഹൈ yield സ്റ്റഡി മെറ്റീരിയലുകൾ കൃത്യമായി ലഭിക്കാനും മിഷൻ IS മലയാളം ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. t.me/missionismalayalam എന്ന അഡ്രസ്സിൽ നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം. എല്ലാവർക്കും മികച്ച വിജയം ആശംസിക്കുന്നു.